പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവരിത് പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കാനാണ്. സ്നേഹമുള്ളവരെ, പീഡാനുഭവ വാരമാണ്. നാളെ പെസഹ ആഘോഷിക്കും. ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ പീഡാനുഭവ മരണം ഉത്സാഹനം നമ്മൾ ആചരിക്കുകയാണ്, അനുഷ്ഠിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. അർത്ഥം വ്യക്തമാക്കുന്നതാണ് ഈ വായന. ഈ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ, ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ അനേകരെ ആകർഷിക്കും. യേശുവിൻ്റെ കുരിശുമരണത്തെ കുരിശുയർത്തുന്നതാണ്. തീർച്ചയായിട്ടും യേശുവിനെ കുരിശുയർത്തി നിർത്തും. ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഉയർത്തപ്പെട്ടതാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നത് കൊല്ലാൻ വേണ്ടിയാണ് ഉയർത്തി. പക്ഷേ അതേസമയം അതൊരു പ്രതീകം കൂടിയാണ്. പിതാവിലേക്ക് ആണ് ഉയരുക. യേശുവിൻ്റെ മരണം ഒരു പരാജയമല്ല, ശിക്ഷയല്ല, ദൈവത്തിലേക്ക് പിതാവിലേക്കുള്ള കടന്നുപോകാണ്. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുകയാണ്. അപ്പോൾ കുരിശിൽ ഉയർത്തപ്പെടുക, പിതാവിലേക്ക് പോവുകയാണ്. ഉയർത്തപ്പെടുന്നത് മരണത്തിലൂടെയാണെന്ന് ഓർക്കുക. അപ്പോൾ സഹനം, ഈ കുരിശിലുള്ള മരണം വഴിയാണ് യേശു രക്ഷ പൂർത്തിയാക്കുന്നത്, എല്ലാവരെയും പിതാവിലേക്ക് ആകർഷിക്കുന്നത്. അതുകൊണ്ട് സഹനം, മരണം, കുരിശ് ഒരു നിരാശപ്പെടുത്തുന്ന പരാജയമായി കണക്കാക്കാതെ ദൈവത്തിലേക്ക് നയിക്കുന്ന, രക്ഷയിലേക്ക് നയിക്കുന്ന വഴിയായി കാണുക. നമ്മളും സഹനം വരുമ്പോൾ യേശുള്ള പങ്കുചേരലാണ്, കുരിശിലുള്ള ഉയർത്തപ്പെടലാണ് നോക്കുക. ഉയർത്തുക, ദൈവത്തിൻ്റെ ഇടയ്ക്കിലേക്കാണ് ഉയരുന്നത്. അപ്പോൾ ആ മഹത്വമാണ്. അപ്പോൾ സഹനത്തിലൂടെ, മരണത്തിലൂടെ പ്രകടമാകുന്ന ദൈവസ്നേഹത്തിൻ്റെ ആ ഒരു പ്രത്യേകതയാണ്, ആ മഹത്വമാണ് നമ്മൾ കാണുന്നത്. അപ്പം യേശു ഉയർത്തപ്പെടുന്നത് നമ്മളും ഉയർത്തപ്പെടുമ്പോൾ, നമുക്ക് സഹനങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ചവിട്ടിത്താഴ്ത്തപ്പെടുകയല്ല, ദൈവത്തിലേക്ക് ഉയർത്തപ്പെടുകയാണെന്ന് ഓർക്കുക. അപ്പോൾ യേശുവിൻ്റെ കുരിശിലുള്ള പങ്കുചേരലാകട്ടെ ഈ വലിയ ആഴ്ചയുടെ നമുക്ക് നൽകുന്ന സന്ദേശം. നിൻ വഴിയേ നടക്ക